ഈ തീയലുകളിൽ വെച്ച് രാജാവാണ് കേട്ടോ ഈ ഉള്ളിത്തീയൽ എന്ന് പറയണത്. അതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അത് വളരെ ക്രമമായിട്ട് ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഉള്ളിത്തീയൽ. നമുക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഈ ഉള്ളിത്തീയൽ വളരെയധികം ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണത് ഒന്ന് കണ്ടു നോക്കാം. തീയൽ വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിത് അങ്ങനെ ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുത്ത് കുറച്ച് അതിലൊരു ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയാണ്, വേഗം ഒന്ന് കുതിരാൻ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ഉള്ളിയാണ് ഉള്ളത് എൻ്റെ കയ്യിൽ. ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു 1.5 കപ്പ് ഉണ്ട്. വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഈവണായിട്ട് നല്ലോണം ചുവട്ട് വറക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ തേങ്ങയിൽ കുറച്ച് പൂളൊക്കെ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാനിതിനെ ആദ്യം ഒന്ന് മിക്സിയിലിട്ടൊന്ന് തിരിച്ചിട്ട് അതെല്ലാം ഒരേമാതിരി ആക്കാൻ വേണ്ടി ചെയ്യണം കേട്ടോ. കൂടുതലായിട്ട് ശ്രദ്ധിക്കുക, തേങ്ങ അരഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഒരു പാൻ വെച്ചിട്ട്, നല്ല ചുവട് കട്ടിയുള്ള പാനാണിത്, അത് വെച്ചിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ മതി, 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ചേർക്കാം. എനിക്ക് മല്ലി ചേർക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാനിതാ ഇതിലേക്ക് മല്ലി ചേർക്കുകയാണ്. ഈ മല്ലി നല്ലോണം നല്ല കളറ് വരണം കേട്ടോ, നല്ലൊരു ബ്രൗൺ നിറം വരണം. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഈ മല്ലി നല്ല മൂത്ത മണം വരണം, പക്ഷേ ഒരുപാട് അങ്ങോട്ട് തുടുക്കാനും പാടില്ല കേട്ടോ. ആ സമയത്താണ് നമ്മൾ തേങ്ങ ചേർക്കേണ്ടത്. മല്ലിയുടെ നല്ലൊരു മണം വരുമല്ലോ, അപ്പോൾ നമ്മൾ തേങ്ങ ചേർക്കണം. ഇപ്പം ഞാനിതാ തേങ്ങ ചേർക്കും. ഇനി ഈ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കണം. കൂടെ തന്നെ ഞാൻ കറിവേപ്പില ചേർക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കും. എന്നിട്ട് ഇത് നന്നായി തുടുത്ത് വരുന്നവരെ കൈവിടാതെ ഇളക്കണം. ഇതിൻ്റെ മുളക് പൊടി ഈ ചൂട് ഈ തേങ്ങ നല്ലോണം വറുത്ത് തുടുത്ത് വരുന്ന സമയത്ത് ഞാൻ പാൻ ഓഫ് ചെയ്യും. പാൻ ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുളക് പൊടി. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ തേങ്ങ നല്ലപോലെ തുടുത്തു. ഇനിയിപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്ത ശേഷമാണ് ഞാനിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാൻ പോണത്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഈ ചൂടിൽ ഈ മുളക് പൊടി ഒന്നും കൂടി ഞാനൊന്നിങ്ങനെ ഇളക്കിയിട്ട് ഞാനിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാൻ പോകും. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാണ്. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായി ഇളക്കിയിട്ട് ഇതിനെ ഒന്ന് ആറാൻ വയ്ക്കുകയാണ്. എന്നിട്ട് വേണം ഇത് അരയ്ക്കാൻ കേട്ടോ. ഞാനിതിനെ ഒരു നല്ലൊരു പാത്രത്തിലേക്ക് ഇപ്പോൾ ഒഴിച്ചിട്ട് ആക്കാൻ പോവുകയാണ്. ഇപ്പം ആറി ഞാൻ എൻ്റെ മിക്സിയിലേക്ക് ഇതിനെ ഇട്ടിരിക്കുകയാണ്. ഇനി ഇത് വെള്ളം ചേർക്കാതെ അരയ്ക്കണം. അരഞ്ഞ ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ആ തേങ്ങയുടെ എണ്ണയിൽ കിടന്ന് അരയണം. ഇപ്പം ഞാൻ അരച്ചിട്ട് വരാം. ഇപ്പം ഞാൻ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. ഇതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കടുകും ഇട്ടു. വീഡിയോ പോയി കേട്ടോ. വീഡിയോ അതിൻ്റെ പെട്ടെന്ന് ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചത് കാണിച്ചു, കടുകിട്ടു, കടുക് പൊട്ടി വരികയാണ്. ഇപ്പോൾ ഈ കടുകൊക്കെ പൊട്ടിയപ്പോൾ ഞാൻ ഈ 1.5 കപ്പ് ഉള്ളി തീയലിന് ഉള്ളിയാണ് വേണ്ടത്. അപ്പോൾ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ.
ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ലേശം ഉപ്പിടാൻ പോവാണ്. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയാൽ വേഗം വഴന്ന് കിട്ടും. ഇത് നന്നായി ഒന്ന് വഴറ്റട്ടെ. ഉള്ളിത്തീയലിൻ്റെ ഉള്ളി ഇതപ്പോൾ നന്നായി വഴന്നു വന്നു. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പുളിവെള്ളം ചേർക്കും. ഈ പുളിയിൽ കിടന്നിട്ട് ഈ ഉള്ളി ഒന്ന് വേവട്ടെ. ആ സമയത്ത് ഞാൻ ലേശം മഞ്ഞൾ ചേർക്കുകയാണ്. കറിക്ക് വേണ്ട മഞ്ഞൾ ചേർത്തു. ഇനി ഈ പുളിയും വെള്ളവും കിടന്നിട്ട് ഒന്ന് നന്നായി തിളക്കട്ടെ. എന്നിട്ട് അരച്ചത് ഒഴിക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വെന്തു. ഞാൻ ഈ അരച്ചത് ഒഴിക്കുകയാണ്. ഈ മിക്സി നന്നായി കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം. ഉപ്പ് കൂടി ചേർത്ത ശേഷം ഇതാ ഒന്നുകൂടി നന്നായി തിളക്കട്ടെ. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ചു. ഇനി ഇതിനെ ഓഫ് ചെയ്യും. അപ്പോൾ എൻ്റെ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഉള്ളിത്തീയൽ ഗംഭീരമാണ്. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പുളിയെല്ലാം വളരെ പാകത്തിന്, എരിവ് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ പച്ചമുളക് കീറിയിടാം. ഞാൻ പച്ചമുളക് ഇട്ടില്ല, എനിക്ക് കൂടുതൽ എരിവ് വേണ്ട. ഇവിടെ ആർക്കും അത്ര എരിവ് വേണ്ടാത്തവരായതുകൊണ്ട് ഞാനതിൽ ഇനി ഇതിൽ വറുത്തിടലില്ല. ആദ്യമേ കടുകും കറിവേപ്പിലയൊക്കെ വറുത്തിട്ടു. ഇനി ഇത് ചട്ടിയിൽ വെച്ച അടിപൊളി ടേസ്റ്റാണ്. അത് ഒരു ദിവസം ചട്ടിയിൽ അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധ.